മനീഷിനെ ഗുണദോഷിക്കുന്ന സുമിത്ര. ഈ വീടിന്റെ ദോഷം എന്റെ കഷ്ടകാലമായി മാറിയെന്ന് മനീഷ്. ഉറക്കത്തിൽ ശിവരാമനെ സ്വപ്നം കാണുന്ന സുമിത്ര. രാവിലെ സുമിത്രയെ കാണാത്തതിൽ സുമിത്രയുടെ മുറിയിൽ അന്വേഷിച്ചു വരുന്ന ലൈല. സുമിത്രയ്ക്ക് പനിയാണെന്ന് മനസ്സിലാക്കുന്ന മനീഷും ലൈലയും. മനീഷിന്റെ കയ്യിൽ സ്വന്തമായി പണമില്ലാത്തതിനാൽ താൻ ഹോസ്പിറ്റലിലേക്കില്ലെന്ന് സുമിത്ര. നന്ദനയും ഹരിപ്രസാദും ഇപ്പോഴും പഴയ പ്രണയബന്ധം തുടരുന്നുണ്ടോ എന്ന സുമിത്രയുടെ ചോദ്യത്തിനുള്ള ഹരിപ്രസാദിന്റെ മറുപടിയിൽ സുമിത്രയ്ക്ക് ദേഷ്യം. ഇനി തുടർന്ന് കാണുക. ഒരു ഓലമടൽ 1000 ഈർക്കില്, 1000 ഈർക്കില് സമൻ 2 ചൂല്. ഒരു ചൂലിന് 75 മുതൽ 150 രൂപ വരെ. അങ്ങനെ 10 ഓലമടലാവുമ്പോഴേ ചൂലെത്ര? എന്റെ പൊന്നുമോളെ കാശെത്ര? എന്നോടാണോ ചോദിച്ചത്? ലൈലയോടും ചോദിക്കും. ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ് പ്രധാനം. താണ്ടേ ഒരു ചോദ്യം കാരണേ മനുഷ്യനിപ്പം റോഡിലിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയാ. വണ്ടിയെ കയറിയാൽ ആ ചോദ്യം, മാർക്കറ്റിൽ ചെന്നാൽ ആ ചോദ്യം, കല്ല് ഷാപ്പിൽ ചെന്നാൽ അവിടെയോ ആ ചോദ്യം. ഏത് ചോദ്യമാ? കട്ടപ്പ എന്തിന് ബാഹുബലിയെ കൊന്നു? ഇപ്പൊ ആർക്കും ആ ചോദ്യം ചോദിക്കേണ്ട, സമാധാനമായി. ദാണ്ടേ ഞാൻ ലൈല മോളോട് വേറൊരു ചോദ്യം ചോദിക്കട്ടെ. എന്റെ പൊന്നു മോളെ, ഈ പഴയ ഉടുപ്പും തുന്നിപ്പിടിപ്പിച്ചോണ്ട് ഇവിടെ ഇരിക്കേണ്ട വല്ല കാര്യവും നോക്കണ്ടോ? എന്റെ ചുരിദാറിന് ഹുക്കിടുന്നതിൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷെ ദാണ്ടേ മോളെ ഇവിടുത്തെ ജീവിതത്തിലെ ഹുക്ക് പോയ അവസ്ഥയാ. അതാ കുഴപ്പം. വിജാഗിരി ഇളകിയ കഥവ് പോലെ ജീവിതം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഈ ചിന്താഗതി ആ കൊച്ചിന്റെ അപാകത. മനുഷ്യന്റെ ലൈഫിലാണെങ്കിൽ പിന്നെ വിജാഗിരിയേ ഇല്ല. ലൈലക്കെങ്കിലും ഉറപ്പുള്ള ഒരു ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചൂടായോ? ആട്ടെ, ഇവിടുത്തെ സുമിത്രയുടെ തലയ്ക്ക് നല്ല സുഖമില്ലെന്ന് കേട്ടല്ലോ. ഓ സോറി, തലയ്ക്കല്ല, ശരീരത്തിന് നല്ല സുഖമില്ലെന്ന് ജംഗ്ഷനിൽ വെച്ച് മനീഷ് പറഞ്ഞു. അദ്ദേഹം ഈ വിവരം എന്നോട് പറഞ്ഞത്. ഇപ്പൊ എങ്ങനെയുണ്ട് സുമിത്രയെ? കുഴപ്പമില്ല. എന്റെ സുമിത്രയെ അങ്ങനെ നിസ്സാരവാക്കല്ലേ. വൈറൽ പനിയാണോന്ന് നോക്കണം. വന്ന് പനി വരെ വൈറലായിരിക്കുമല്ലയോ? ഏത് ലൈലമോക്ക് പനിയുടെ വല്ല ലക്ഷണവും ഉണ്ടോ? ഇല്ല. എന്റെ പൊന്നുമോളെ പകരാതെ നോക്കണേ. മോക്ക് പനി വന്നാല് മനീഷിനും പനി പകരും. ആട്ടെ, അനിലേക്ക് പനി പിടികൂടിയോ? കിടപ്പിലാന്നോ? മോളെ ഇനി വന്നേ മക്കളെ. ആരെയായി വിളിക്കുന്നത്? അനിലേ, എന്റെ മരുമോളെ. എന്റെ അമ്മോടെ പേര് മാറ്റിയോ? അനിലേ. അമ്മേ, എന്താ രണ്ടുപേർക്കും ഒരാശയക്കുഴപ്പം? അനിലേ വിളിക്ക് സുമിത്രേ. അനിലേച്ചി അങ്ങ് വന്നില്ലേ? എങ്ങ് വന്നില്ലെന്ന്? എവിടെ വന്നില്ലെന്നാ ചോദിച്ചത്? എന്താ സുമിത്ര ഒന്നും മിണ്ടാത്തത്? അനില നിങ്ങളുടെ വീട്ടിലില്ലേ? കൈനഗിരിയിലോ? എന്തോന്നാ സുമിത്ര ഇത്? അവിടുന്ന് പട്ടിക്കൂടും പൂട്ടി വന്ന അനില എങ്ങനെ കൈനഗിരി കാണും? ഒരേ സമയത്ത് രണ്ടിടത്ത് പ്രത്യക്ഷപ്പെടുന്ന ദിവ്യശക്തി സുമിത്രയുടെ മോക്കുണ്ടോ? ഉണ്ടോ മോളെ? അനിലേച്ചി കൈനഗരിയിലേക്കെന്നും പറഞ്ഞ ഇവിടുന്ന് പോയത്. എങ്ങനെ 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 ഒന്നാണോ സുമിത്രേ? ചുരുക്കത്തിൽ അനില ഇവിടെ ഇല്ല. എവിടെ പോയെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയത്തുമില്ല. ഇത് പ്രശ്നമാവും സുമിത്രേ, ഭയങ്കര പ്രശ്നമാവും. നിങ്ങൾക്ക് നിങ്ങളുടെ മോള് പോയാലൊന്നുമില്ലായിരിക്കും. എന്നാൽ എന്റെ കാര്യം അങ്ങനല്ല.
എന്റെ മരുമോളെ കാണാനില്ലെങ്കിലേ വിഷയമാവും. ഞാൻ വിഷയമാക്കും. ഇങ്ങനെ വിഷമിപ്പിക്കാതെ സത്യം പറ. അനില കൈനകരിയിൽ വന്നില്ലേ? ആ ഫോണിങ് എടുത്തേ, അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. നിക്ക് നിക്ക് നിക്ക്. ഹോ, ഒരു പെറ്റതല്ലയുടെ പ്രയാസം കണ്ടാലേ എനിക്ക് മനസ്സിലാവും. അനില ഞങ്ങളുടെ വീട്ടിലുണ്ട്. പിന്നെ എന്തിനാ ഇത്രയും നേരം നിങ്ങൾ ഇങ്ങനെ? നിക്ക് 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 നിക്ക്. ഒച്ചപ്പാട് വേണ്ട. അനിലയെ ചൊല്ലി ശബ്ദം ഉയർത്താനുള്ള അവകാശം സുമിത്രയ്ക്കില്ല. അവകാശം ഉണ്ടാകുമായിരുന്നു അവളെ പറ്റി ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ. എന്നോട് ചോദിക്കാതെയാ അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അതൊരു സൗകര്യമായെന്ന് നിങ്ങളും വിചാരിച്ചു. പെണ്ണിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വമില്ലെന്ന് പറഞ്ഞ് ഒഴിയാവല്ലോ. എന്നും അങ്ങനെയാണ് താനും. ഇനി അമ്മയും മോളും ഒത്തോണ്ടുള്ള ഒരു കളിയാണോ ഇതൊന്നും എനിക്ക് സംശയമുണ്ട്. അങ്ങനെയൊന്നും അല്ല മാമ. എങ്ങനെയൊന്നുമല്ല. ലൈല മോളെ, കൊച്ചിനൊന്നും അറിയത്തില്ല. നിങ്ങളുടെ അമ്മയുടെ ടൈപ്പ് അല്ല സുമിത്ര. യോ, ഇതൊരു പ്രത്യേക പ്രതിഭാസമാ. അനില കൈനഗിരി വന്നിട്ടുണ്ടെന്ന് ഇവിടെ വന്നറിയിച്ചത് ഞങ്ങളുടെ ഭാഗത്തെ മര്യാദ. ഇനി സുമിത്രയുടെ മോള് ഈ പനക്കത്തറവാട്ടിലേക്ക് വരുന്ന പ്രശ്നമില്ല ഒരിക്കലും. മോളെയും കൊച്ചുമോൻ ലക്ഷ്മണനെയും കാണാനായിട്ട് സുമിത്ര കൈനഗിരിയിലോട്ടും വരണ്ട. അതിന്റെ ആവശ്യമില്ല. ചേച്ചിക്ക് കൊടുക്കാനുള്ള പണം എന്നായാലും കൊടുക്കും. അതോടെ പ്രശ്നം തീരില്ലേ? എന്തോ പണവോ? ഇവിടുന്നോ? എന്റെ ലൈല മോളെ തമാശ പറയല്ലേ, എനിക്ക് ചിരിക്കാൻ വയ്യ. സുമിത്രേ, ഇതുവരെ പറഞ്ഞ പോലല്ല, സീരിയസ് ആയിട്ട് പറയുക. അനില എന്നൊരു മോളുടെ കാര്യം അങ്ങ് വിട്ടേരെ. അതിന് എന്റെ സുലോചനയുടെ മോള. അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിന് മാറ്റമില്ല. എന്നാലും ഭയങ്കര പരാജയമായി പോയല്ലോ സുമിത്രേ. കഷ്ടം. അമ്മേ, ഓരോരുത്തരായിട്ട് ഓരോ ആണി അടിക്കുക. അനുഭവിച്ചല്ലേ പറ്റൂ. നിനക്കും വേണമെങ്കിൽ പോവാം. ഞാനാ ചന്ദ്രികേ, തങ്കപ്പനാശാരി. പനക്കൽ അനിലയുടെ ഫാദറില്ല. ഓർമ്മയുണ്ടായിരിക്കും ഈ മുഖം. ഞാൻ ഒരിക്കൽ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഓർക്കുന്നു. വീട്ടിൽ സ്വന്തമായിട്ട് ഓട്ടോറിക്ഷ ഉള്ളപ്പം എന്തിനാ നടക്കുന്നേ? ഭർത്താവ് ഇപ്പോഴും സോമപിള്ള തന്നെ അല്ലാന്നുണ്ടോ? അല്ല, സോമപിള്ള ഇപ്പോഴും ഓട്ടോറിക്ഷ ഓടിക്കുന്നില്ലേ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഞങ്ങൾക്ക് യാത്ര ചെയ്യാനല്ല ഓട്ടോ വാങ്ങിച്ചത്, വാടകയ്ക്ക് ഓടിക്കാനാ. അത് യുക്തി. അപ്പോഴേ ഞാൻ ഈ കാലേ നീ വള്ളി ഒന്ന് അഴിച്ചു മാറ്റിക്കോട്ടെ. വള്ളിയോ? അതെല്ലോ, തേടിയ വള്ളി. അതല്ലേ കാലേ ചുറ്റിയിരിക്കുന്നത്. താണ്ടേ, ഞാൻ ചന്ദ്രയെ ഒന്ന് കാണണമെന്ന് നിരൂപിച്ചിരിക്കുമായിരുന്നു. അന്നേരവാ സൂക്ഷം പോലെ എന്റെ മുമ്പിൽ വന്ന് ചാടിയത്. എന്താ കാര്യം? പറയാ. പനയ്ക്ക പോവാറുണ്ടോ? ഉണ്ട്. സുമിത്രയെ കാണാറുണ്ടോ? വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ടോ? എന്ത് വിശേഷം? ആ, അതാ പ്രശ്നം. പനയ്ക്കൽ ഇപ്പൊ പുതിയതായിട്ടൊരു വിശേഷവും സംഭവിക്കുന്നില്ല. എന്നാ സംഭവിക്കുന്നില്ലെന്ന് ചോദിച്ചാ ഉണ്ട് താനും. അനിലയുടെ കാര്യം തന്നെ എടുക്കാം. സുമിത്രയുടെ സ്വന്തം മോളില്ലയോ അനില? എന്നിട്ട് ആ മോടെ കാര്യത്തിൽ സുമിത്രയുടെ നിലപാടെന്താ? അനിലയുടെ ഭാഗത്തും തെറ്റുണ്ട്. പനക്കൽ നിന്ന് പോയപ്പോ ഒരു വാക്ക് ആ ചേച്ചിയോട് ചോദിക്കായിരുന്നില്ലേ? ഒരു വാക്ക്. അനില സുമിത്രയോട് ഏത് വാക്ക് ചോദിക്കണമായിരുന്നു? ചന്ദ്രിക പറയണം. ഏത് വാക്ക് ചോദിക്കണമായിരുന്നു? ഒരു വീട്ടിൽ വന്ന് കുറെ ദിവസം തങ്ങിയിട്ട് പോകുമ്പോ അതിൻ്റെതായ ഒരു മര്യാദ കാണിക്കണ്ടേ? പ്രസ്തുത മര്യാദ സുമിത്രയ്ക്കും ബാധകമാണ്.
പനക്കലെ സുമിത്ര മരുമോന്റെ അമ്മയായതുകൊണ്ട് ചന്ദ്രിക പാർഷ്യാലിറ്റി കാണിക്കരുത്. ഒന്നുമില്ലെങ്കിലും നിങ്ങളൊരു കുടുംബശ്രീ പ്രവർത്തകയല്ലയോ, അതിന്റെ ഡീസൻസി കാണിക്കണം. അനില പോകാൻ നേരം ഒരു വാക്ക് ചോദിച്ചില്ലെന്ന് പറഞ്ഞല്ലോ. സുമിത്ര അനിലയോട് ചോദിക്കേണ്ട പല വാക്കുകളും ഉണ്ടായിരുന്നു. 1, അനില എന്തിന് കൈനഗിരി ഇന്ന് വന്നു? 2, എന്തുകൊണ്ട് കുഞ്ഞിനെ കൊണ്ടുവന്നില്ല? 3, കേവലം 6 മാസം പ്രായമായ ലക്ഷ്മണൻ മോനെ എന്തിനുപേക്ഷിച്ചിട്ട് വന്നു? 4, ഭർത്താവ് രാജേഷുമായോ അവന്റെ അച്ഛൻ തച്ചുശാസ്ത്ര വിദഗ്ധൻ തങ്കപ്പനാചാരിയുമായോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? 5ാമത്തെ ചോദ്യമാണ് പ്രസക്തം. ആ ക്വസ്റ്റ്യൻ ഇതാണ്: എന്താണ് അനിലെ അലട്ടുന്ന പ്രശ്നം? സുമിത്രേജി അതൊക്കെ ചോദിച്ചു കാണും. ചോദിച്ചാ മതിയോ? പരിഹാരം കാണണ്ടേ? അവിടെയാണ് ശരിക്കുള്ള പ്രശ്നം. അമ്മ എന്ന നിലയ്ക്ക് അനിലയ്ക്ക് വേണ്ടി സുമിത്ര ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യണം. അനിലയ്ക്ക് കൊടുക്കാനുള്ളത് ചേച്ചി കൊടുക്കാതിരിക്കില്ല. എന്നാ? എപ്പോഴാ? എങ്ങനെ? ഇന്നലെയോ മെനഞ്ഞാന്നോ അല്ല അനില രാജേഷിന്റെ കൂടെ ചാടിപ്പോയത്. കൊല്ലം 2 കഴിഞ്ഞു, ഒരു കുഞ്ഞുമായി. അനിലയ്ക്ക് കൊടുക്കാനുള്ളത് കൊടുക്കും പോലും. നാളെ നീളെ ഇതാ സുമിത്രയുടെ ലൈൻ. ചേച്ചിയുടെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടാ. ഷോ, അതൊരു സമാധാനമല്ല. ഇല്ലെങ്കിൽ ഉണ്ടാവണം, അഥവാ ഉണ്ടാവാനുള്ള വഴി നോക്കണം. ആ വഴിയെപ്പറ്റി ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട് പുള്ളിക്കാരി. സുമിത്രേച്ചിയോ? അതെല്ലോ. ചന്ദ്രികയോട് എന്തെങ്കിലും സൂചിപ്പിച്ചോ? ഇല്ല. ഓർത്ത് നോക്കിയേ, ഒരു ചെറിയ സൂചന. സുമിത്രേച്ചി ഒന്നും പറഞ്ഞില്ല. പാവത്തിന് മടി കാണും, അതുകൊണ്ടാണല്ലോ എന്നെ നിയോഗിച്ചത്. അതാണല്ലോ ഞാൻ ചന്ദ്രികയെ കാത്തു നിന്നത്. അതാണല്ലോ ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്നത്. ചന്ദ്രിക പറഞ്ഞത് ശരിയാ. മകൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്ന് സുമിത്രയുടെ മനസ്സിലുണ്ട്. എന്നാൽ അതിനുള്ള വകയൊട്ടില്ലതാനും. നന്ദനെ തിരിച്ചു പിടിച്ചു കൊടുത്ത സ്ഥലം വിൽക്കാനൊക്കത്തില്ലല്ലോ. എന്നാ അറിഞ്ഞെന്തെങ്കിലും ആ പെണ്ണ് സഹായിക്കുന്നോ? അതുമില്ല. പിന്നൊരു മാർഗമേ ഉള്ളൂ. ഉള്ളിടത്ത് നിന്നെടുത്ത് ഇല്ലാത്തടത്തോട്ട് കൊടുക്കുക. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇല്ല. എന്നാ മനസ്സിലാക്കി തരാം. സോമൻ പിള്ളയും ചന്ദ്രികയും അഭിമാനികൾ. ലൈലയ്ക്ക് അനിലയുടെ ഗതി ഉണ്ടാവരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന അച്ഛനമ്മമാര്. മകൾക്ക് കൊടുക്കാനുള്ളത് നിങ്ങൾ കൊടുക്കും, അതോ ഇല്ലയോ? ഇക്കാര്യം ഞങ്ങൾ പലതവണ പനിക്കൽ ചെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സുമിത്രേച്ചി ഒന്ന് അടുക്കണ്ടേ? അടുക്കുമെന്നേ. ലൈലയ്ക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന സ്ത്രീധന തുക നിങ്ങൾ പിടിയിന്ന് കൊടുക്കണം. ഇപ്പൊ സുമിത്രയുടെ കൈ കൊടുക്കണ്ട, ലൈലയെ ഏൽപ്പിച്ചാൽ മതി. വലിയ അഭിമാനബോധമുള്ളവർക്ക് ഒരു സ്വഭാവമുണ്ട്. ഒരു കാര്യം ആദ്യം അംഗീകരിക്കത്തില്ല, പിന്നെ അരങ്ങ് സമ്മതിക്കും. മനസ്സിലായി. ലൈലയ്ക്കുള്ള സ്ത്രീധനം എടുത്ത് അനിലയ്ക്ക് കൊടുപ്പിക്കാനുള്ള പരിപാടിയല്ലേ? അയ്യേ തെറ്റിദ്ധരിച്ചു. ചന്ദ്രിക എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. ഒരിക്കലും അതെന്റെ പദ്ധതിയല്ല. അങ്ങനുള്ളൊരു ഹിഡൻ അജണ്ടയും ഇല്ല. പിന്നെ എന്താന്ന് വെച്ചാല്, ലൈലയ്ക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന തുക പനക്കലുണ്ടെങ്കിൽ അതൊരു ബലവാ. ആർക്കാ? അനിലയ്ക്ക്. എന്റെ അമ്മ അത്ര മോശക്കാരിയല്ലെന്ന് അവക്ക് പറയാമല്ലോ. പിന്നെ ഇവിടുന്ന് എടുത്ത് അവിടെ കൊടുക്കുന്ന കാര്യം പറഞ്ഞതോ? ഷോ, എന്റെ ചന്ദ്രിക, ഞാനൊരു ഉദാഹരണം പറഞ്ഞല്ലയോ. കാര്യം സിമ്പിളായിട്ട് പറയാം. ലൈലയ്ക്ക് വേണ്ടി സ്ത്രീധനം കൊടുക്കാൻ ചന്ദ്രിക തയ്യാറാണോ? അതെ. സുമിത്ര വാങ്ങിക്കാതിരുന്നതല്ലേ പ്രശ്നമായത്? ആ തടസ്സം മാറി വന്നിരിക്കുക. എന്തായാലും മനീഷിന്റെ ഭാര്യ ലൈല. മോക്കുള്ള ഓഹരി നിങ്ങൾ കൊടുക്കും. അത് നേരത്തെ ആയ അത്രയും നല്ലത്. അതോടെ പനക്കല് ലൈലയ്ക്കൊരു സ്ഥാനമാവും. നിങ്ങൾക്കും അതിൻ്റെതായ മതിപ്പ് കിട്ടും. ആലോചിച്ചൊരു തീരുമാനത്തിലെത്തിയാ മതി. ഞാൻ സോമേട്ടനോട് ഇതൊന്ന് ചോദിക്കട്ടെ? അത് വേണം.
ചോദിച്ചാലും അന്തിമ തീരുമാനം ചന്ദ്രികയുടേതാണെന്ന് എനിക്കറിയാം. ഇങ്ങോട്ട് ലൈലിക്ക് കൊടുക്കുന്നത് അനിലെ അടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്നുള്ള ആദ്യം വേണ്ട കേട്ടോ. എന്നാ പിന്നെ ചെന്നാട്ടെ. ഓ ഇങ്ങ് വന്നേ, വേഗം വാ. ഉടനെ ഇങ്ങ് പ്രത്യക്ഷപ്പെട്ടോ. അമ്മായി അമ്മ അങ്ങ് പൊയ്ക്കോട്ടെന്ന് കരുതിയാ ഞാൻ അവിടെ നിന്നത്. ഓ, അതൊന്നും സാരമില്ല. പറഞ്ഞെല്ലാം മനീഷ് കേട്ടല്ലോ. പ്ലാൻ ചെയ്തതെല്ലാം അതുപോലെ അവതരിപ്പിച്ചില്ലയോ? ഇത് എന്റെ ഐഡിയ ആണെന്ന കാര്യം പുറത്താവരുത്. ഒരിക്കലുമില്ല. പക്ഷെ ശ്രീധനക്രാവ് കിട്ടുമ്പോ വേണ്ടേ വാക്ക് പാലിക്കണം. എനിക്കുള്ള കമ്മീഷൻ ഡൊക്കമായിട്ട് തരണം. കമ്മീഷനേ ഉള്ളൂ, അനിലയുടെ പങ്ക് അതിന്ന് കിട്ടില്ല. തരണ്ട, അത് ഞാൻ വാങ്ങിച്ചോളാം. അല്ല, അത് ഞാൻ പിന്നെ സുമിത്രയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാം. അതാ ഉദ്ദേശിച്ചത്. ചെറിയൊരു സംശയം. അതെന്തുവാ? ലൈലയുടെ അമ്മയ്ക്ക് മുമ്പിൽ സ്ത്രീധന വിഷയം അവതരിപ്പിക്കാനേ അമ്മ പറഞ്ഞെന്നുള്ള കാര്യം അതങ്ങോട്ട് ശരിയായോ? ഡൗട്ട് അടിക്കില്ലേ? ഏയ്, ഒരു ഡൗട്ടും അടിക്കത്തില്ല. ഇനി ഡൗട്ട് അടിക്കുന്നെങ്കിൽ അടിക്കട്ടെ, അത് അപ്പൊ നോക്കാം. അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞ പോലെ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എന്റെ കമ്മീഷൻ എന്നാലും സുമിത്രയെ കുറിച്ച് ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചിരുന്നത്. എന്താമേ കാര്യം? ചില മനുഷ്യരുണ്ട്, ഒന്നും മിണ്ടാതെ പാവത്തിനെ പോലെ ഇരിക്കും. എന്തെങ്കിലും സംസാരിക്കുന്നതും മയത്തിലായിരിക്കും, പക്ഷെ മനസ്സ് നിറയെ വിഷമായിരിക്കും. സുമിത്രേച്ചയെ അങ്ങനല്ല ഞാൻ കണ്ടത്. മനസ്സിലുള്ളത് വെട്ടി തുറന്നു പറയും. അത് ആരോടായാലും പറഞ്ഞിരിക്കും. എന്നോടും സോമേട്ടനോടും എത്ര തവണ മുഷിഞ്ഞിരിക്കുന്നു. ഉള്ളിലെ ദേഷ്യം പറഞ്ഞു തീർത്താൽ അതോടെ എല്ലാം കഴിഞ്ഞു. പിന്നീടൊന്നും മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്വഭാവമേ ഇല്ല. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങളാ. എന്നാ അങ്ങനെയല്ലെന്ന് സംശയം തോന്നുക ഇപ്പോ. ഒന്ന് നിർത്തമ്മേ. പറയട്ടെ, ലൈലയുടെ ആൾക്കാരായിട്ട് മാത്രം എന്നെ ഇതിന് വെറുതെ വിടണം? അവരുടെ വകയായിട്ട് കുറ്റപ്പെടുത്തിക്കോട്ടെ. വെറുതെ കുറ്റപ്പെടുത്തുകയല്ലേ ചേച്ചി, കാര്യമുണ്ട്. അതെ, ചന്ദ്രികയുടെ നല്ല ആരുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. എന്നാലും നിങ്ങൾ എന്നെ എന്തടിസ്ഥാനത്തിലാണ് കുറ്റപ്പെടുത്തിയെന്ന് അറിയണമെന്നുണ്ട്. ചേച്ചി, മനീഷിന്റെ തുണിക്കടയിൽ സെയിൽസ് ഗേളായിട്ട് ജോലിക്ക് കയറിയതാ ഇവള്. ഞങ്ങളുടെ വീട്ടിൽ ഗതികേടുണ്ടായിട്ടല്ല, പഠിക്കാനും മണ്ടിയ. എന്നാൽ ഒരു തൊഴിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ഇന്നത്തെ മനീഷ് അല്ല, അന്ന് തുണിക്കട മുതലാളിയായിരുന്നു. മോട്ടോർ സൈക്കിളിലാ സർക്കിട്ട്, പകിട്ടും പത്രാസും വേറെ. ഇവളത് കണ്ട് മയങ്ങി പ്രേമവുമായി. എന്തിനാ അമ്മേ ഇതൊക്കെ ഇപ്പൊ പറയുന്നത്? നിനക്കെന്താ ക്ഷീണമായിപ്പോയോ? ലൈലയോടല്ല, ചേച്ചി കേൾക്കാനാ ഞാൻ സംസാരിക്കുന്നത്. ചേച്ചി, നിങ്ങൾ മുൻകൈ എടുത്താണ് ഇവരുടെ കല്യാണം നടത്തിയത്. ചേച്ചിയുടെ കൈകൊണ്ടാ മനീഷിന് കെട്ടുതാലി എടുത്തു കൊടുത്തത്. അതൊരു അബദ്ധമായി പോയെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. എനിക്കത് എന്നേ തോന്നി. ചന്ദ്രികയോ ലൈലയോ അല്ല ഞാൻ കുറ്റപ്പെടുത്തിയത്. മനീഷിന്റെ പോക്കോർത്തിട്ടാ ഞാൻ അബദ്ധമായി പോയെന്ന് പറഞ്ഞത്. അത്രയും വീണ്ടും വിചാരം ചേച്ചിക്കുണ്ട്, മനീഷിനാണ് ഇല്ലാത്തത്. വീണ്ടും വിചാരം പോയിട്ട് വിചാരം പോലും ഇല്ലല്ലോ അവന്. മനീഷേട്ടൻ ഇപ്പൊ നല്ല മാറ്റം ഉണ്ടമ്മേ. ദേ പെണ്ണെ, പുറം കൈ കൊണ്ടൊന്ന് വെച്ച് തന്നാലുണ്ടല്ലോ. മനീഷിന്റെ സ്വഭാവം ഏറെക്കുറെ ഞങ്ങൾക്ക് നേരത്തെ മനസ്സിലായി. എന്നാലും കല്യാണം കഴിഞ്ഞല്ലോ എന്നോർത്ത് ഏറെക്കുറെ ക്ഷമിച്ചു. നന്നായി കാണാൻ ആഗ്രഹിച്ചു. തുണിക്കട പൊളിഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും തൊഴിൽ വേണല്ലോ എന്ന് തോന്നിയ പോരല്ലോ. മുതല് മുടക്കായി കയ്യിലെന്തെങ്കിലും വേണ്ടേ? 1,00,000 രൂപയാ ഞാനും സോമേട്ടനും കൂടെ ഇവിടെ കൊണ്ടുവന്നത്. ചേച്ചി അത് മറന്നു കാണും, പക്ഷെ ഞങ്ങക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ ആ പൈസ വാങ്ങിയില്ല. ആ കാര്യം ചന്ദ്രിക മറന്നോ? ഓർമ്മയുണ്ട് ചേച്ചി, ഒന്നും മറക്കാൻ പറ്റില്ല. പിന്നെയും പലതവണ കാശ് തരാമെന്ന് പറഞ്ഞിരുന്നു. ഏത് തരത്തിലും സഹായിക്കാമെന്നും പറഞ്ഞു. ചേച്ചി അതെല്ലാം നിഷേധിച്ചു.